ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. الله لطيف بعباده يرزق من يشاء وهو القوي العزيز. ആദരണീയരായിട്ടുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികൾ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ നാഥൻ അവൻ ഇഷ്ടപ്പെടുന്ന അടിമയുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, തൗഹീദ് ഒരു വിശ്വാസിക്ക് നൽകുന്നത് നിർഭയത്വവും ശാന്തിയുമാണ്. ഉസൈമി റഹ്മത്തുള്ളാഹി രേഖപ്പെടുത്തിയതുപോലെ ഇന്നൽ മുവഹ്ഹിദീന ലഹുമുൽ അംൻ വഹും മുഹ്തദൂൻ. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ള സൂറത്ത് അൻആമിലെ 82ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞു, الذين آمنوا ولم يلبسوا إيمانهم بظلم أولئك لهم الأمن وهم مهتدون. الذين آمنوا വിശ്വസിച്ചിട്ടുള്ളവർ, എന്നിട്ട് വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ, ആ വിശ്വാസത്തിൽ ദുൽമിനെ ചേർക്കാത്തവർ, കൂട്ടിക്കലർത്താത്തവർ, അവർക്കാണ് നിർഭയത്വമുള്ളത് എന്ന് അല്ലാഹു തആല പറയുകയാണ്. അതേപോലെ തന്നെ ഇമാം സഅദി റഹ്മത്തുള്ളാഹി അദ്ദേഹം രേഖപ്പെടുത്തി വെക്കുന്നു, ഫകുല്ലമാ സാദൽ അബ്ദു മഅരിഫ ബിഅസ്മാഇല്ലാഹി വസിഫാതി, അല്ലാഹുവിന്റെ ഇസ്മുകളെയും അല്ലാഹുവിന്റെ സിഫാത്തുകളെയും പറ്റിയിട്ട് ഒരു അടിമക്ക് ഇൽമു വർദ്ധിക്കുകയാണെങ്കിൽ, അവൻ അതിലുള്ള അറിവ് വർദ്ധിക്കുകയാണെങ്കിൽ, ഇസ്ദാദ ഈമാനുഹു, അവന്റെ ഈമാൻ വർദ്ധിക്കുന്നു, വഖവിയ യഖീനുഹു, അവന്റെ യഖീനിനെ ഉറപ്പ് ശക്തിപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതാണ് അസ്മാഉ വസിഫാത്ത് കൊണ്ട് ഒരു വിശ്വാസിക്ക് ലഭിക്കുന്നത്. അവനെ അമ്ന് ലഭിക്കുന്നു, അവന്റെ ഈമാൻ വർദ്ധിക്കുകയും ചെയ്യുന്നു എന്നതാണ്. സഹോദരങ്ങളെ, ആമുഖമായി ഓതി വെച്ച ആയത്തിൽ അല്ലാഹു തആല പറയുന്നത്, വിശ്വാസി അല്ലാഹു തആല വിശ്വാസികളോട് ലത്തീഫാണ് എന്നുള്ളതാണ്. എന്താണ് അല്ലാഹു ലത്തീഫാണെന്ന് പറഞ്ഞാൽ? അല്ലാഹു ലത്തീഫുൻ ബിഇബാദിഹി, അല്ലാഹു തആല അവന്റെ അടിയാന്മാരോട്
ഏറ്റവും നല്ല സ്നേഹത്തോടെ ലുത്ഫോടുകൂടി കരുണയോടെയും സൂക്ഷ്മമായി പരിപാലിക്കുന്നവനുമാണ് അല്ലാഹു തആല എന്നുള്ളതാണ്. ആ ഒരു ഇസ്മ, ആ ഒരു സിഫാത്ത് ലത്തീഫ്, ആ ഒരു വിജ്ഞാനം നമുക്കുണ്ടാകുമ്പോൾ നമുക്ക് ലഭിക്കുന്ന നിർഭയത്വമുണ്ട്. ഒരു വിശ്വാസിക്ക് എപ്പോഴും, അതാണ് നേരത്തെ പറഞ്ഞത്, അവന്റെ ഈമാനിനെ വർദ്ധിപ്പിക്കുകയും അവന്റെ യഖീനിനെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ അല്ലാഹുവിന്റെ ലത്തീഫ് എന്ന ഇസ്മ, ആ ഇസ്മ എന്താണ്? ഇന്ന മിൻ അസ്മാഇല്ലാഹിൽ ഹുസ്നാ ലത്തീഫ് വൽ ലത്തീഫു ഹുവൽ ആലിമു ബിബാത്തിനി വഹുവൽ ആലിമു ബിബവാത്തിനിൽ ഉമൂർ വൽ ഖഫിയ്യാത്ത് അൽ മുത്തലിഉ അലാ മാ ഫിൽ ളമാഇർ വൽ ഖബീറു ബിമാ ദഖ വഖഫിയ ഫിസ് സറാഇർ. അതാണ് ലത്തീഫ് എന്ന് പറഞ്ഞത്. എന്താ ലത്തീഫ്? ഏറ്റവും നല്ല നാമങ്ങളിൽപ്പെട്ട ഒരു നാമമാണ്. അത് അല്ലാഹു തആല പുറമേയുള്ള എല്ലാ കാര്യങ്ങളെയും അറിയുന്നു, ഹൃദയങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്നതിനെയും അല്ലാഹു തആല അറിയുന്നു, ഏറ്റവും സൂക്ഷ്മമായി മറഞ്ഞിരിക്കുന്നതും അല്ലാഹു തആല അറിയുന്നു. ഇതാണ് ലത്തീഫ് എന്ന് പറഞ്ഞാൽ. യഅലമു ഖായിനത്തൽ അഅ്യുൻ വമാ തുഖ്ഫി സുദൂർ. അല്ലാഹു തആല ഹൃദയങ്ങളിൽ ഒളിഞ്ഞു കിടക്കുന്നതിനെ അറിയുന്നു, മനുഷ്യന്റെ കണ്ണിന്റെ കട്ടുനോട്ടവും അറിയുന്നു. യഅലമു ഖായിനത്തൽ അഅ്യുൻ വമാ തുഖ്ഫി സുദൂർ. മറ്റൊരു ആയത്തിൽ സൂറത്തുൽ ലുഖ്മാൻ അല്ലാഹു തആല പറഞ്ഞു, ലുഖ്മാൻ നബി അലൈഹിസ്സലാമയുടെ ആ ചരിത്രം പറയുന്നിടത്ത് കാണാൻ കഴിയും, മകനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. യാ ബുനയ്യ, എന്റെ കുഞ്ഞുമോനെ, ഇന്നഹാ ഇൻ തഖു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ ഫതകുൻ ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർദ് യഅതി ബിഹാ അല്ലാഹ് ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. അല്ലാഹു ലതീഫാണ്, അല്ലാഹു ഖബീറാണ്. അല്ലാഹു തആല നമ്മുടെ പറഞ്ഞു കൊടുക്കുകയാണ്, എന്റെ കുഞ്ഞുമോനെ, നീ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത് കടുക് മണിയോളം ചെറുതാണെങ്കിൽ പോലും, ആകാശത്തിലായിരുന്നാലും അല്ലെങ്കിൽ ഭൂമിയിൽ എവിടെയായിരുന്നാലും അല്ലാഹു തആല കൊണ്ടുവരിക തന്നെ ചെയ്യും. കാരണം എന്താ? അല്ലാഹു ലതീഫുൻ ഖബീർ, അല്ലാഹു സൂക്ഷ്മമായി അറിയുന്നവനാണ്. അല്ലാഹു തആല എല്ലാത്തിനെ പറ്റിയിട്ടും കൃത്യമായി അറിയുന്നവനാണ്, കരുണയുള്ളവനാണ്. അങ്ങനെയുള്ള അല്ലാഹുവിന്റെ ആ അസ്മാ ഇസ്മിനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അല്ലാഹു എല്ലാം അറിയുന്നു, എല്ലാം കാണുന്നു. അല്ലേ? ലാ തുദ്രികുൽ അബ്സാർ വഹുവ യുദ്രികുൽ അബ്സാർ. അല്ലാഹുവിനെ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല, അല്ലാഹു നമ്മെ കണ്ടെത്തുന്നു. എന്തുകൊണ്ടാ? ലത്തീഫും ഖബീറുമായതുകൊണ്ട് നമ്മളെ അല്ലാഹു തആലക്ക് കണ്ടെത്താൻ കഴിയുന്നു. നമ്മുടെ ഹൃദയങ്ങളിലെ പ്രയാസങ്ങൾ അല്ലാഹു തആല അറിയുന്നു, മനസ്സിലാക്കുന്നു. അതിന് കൃത്യമായ വഴിയും മഖ്റജും അല്ലാഹു തആല ഏർപ്പെടുത്തി തരും. ഇതാണ് ലത്തീഫ് എന്ന ഇസ്മിന്റെ അകക്കാമ്പ് എന്ന് പറയുന്നത്. ആ ഇസ്മിനെ കൃത്യമായി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ യഖീൻ നമുക്ക് എത്തിച്ചേരുന്നു എന്നതാണ് അല്ലാഹു തആല പറഞ്ഞു. അതേപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയും, ഇന്ന മിൻ മആനി ഇസ്മില്ലാഹിൽ ലത്തീഫ്. ലത്തീഫിൽ പെട്ടത് തന്നെയാണ്, അതിന്റെ ആശയത്തിൽ പെട്ടത് തന്നെയാണ് റഊഫും ബിഇബാദി. അല്ലാഹുവിന്റെ അടിയാന്മാരോട്, അടിമകളോട് റഊഫാണ്, ഏറ്റവും കരുണയോടുകൂടി പ്രവർത്തിക്കുന്നവനാണ്, റഫീഖാണ്. യൂസുഫ് നബി അലൈഹിസ്സലാമയുടെ ചരിത്രം എടുത്തു നോക്ക്. അവിടെ അല്ലാഹുവിന്റെ ലുത്ഫും അല്ലാഹു തആലയുടെ കരുണയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് അറിയില്ല നമ്മുടെ ജീവിതത്തിന്റെ പര്യവസാനം എങ്ങനെയാണ്. അതാണ് അല്ലാഹു തആല പറഞ്ഞത്, അല്ലാഹു നമുക്ക് നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയില്ല, പക്ഷെ അല്ലാഹു തആല വഹുവ യുദ്രികുൽ അബ്സ്വാർ, അവൻ നമ്മുടെ കണ്ണുകളെ കാണുന്നു, നമ്മുടെ ഹൃദയങ്ങളെ മനസ്സിലാക്കുന്നു, നമ്മുടെ പ്രയാസങ്ങളെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. യൂസുഫ് നബി അലൈഹിസ്സലാം ചരിത്രം എടുത്തു നോക്ക്. യൂസുഫ് നബി അലൈഹിസ്സലാം കടന്നു പോയിട്ടുള്ള ആ പ്രയാസങ്ങൾ, അതിൽ നമുക്ക് ധാരാളം ഗുണപാഠങ്ങളുണ്ട്. അവസാനം
ആ കിണറ്റിൽ നിന്ന് എടുക്കുകയും എന്നിട്ട് കൊട്ടാരത്തിൽ എത്തിച്ചേർക്കുകയും അവിടെ പദവി നൽകി അനുഗ്രഹിക്കുകയും ചെയ്തിട്ടുള്ള അത് അല്ലാഹുവിന്റെ ലുത്ഫിന്റെ ഭാഗമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, ഒരു കവി പറഞ്ഞുവല്ലോ, ولا تجزع إذا ما ناب حق فكم لله من لطف خفي وكم يسري أتى من بعد عسر ففرج كربة القلب الشجيع وكم أمر تصاء به صباحا وتأتيك المسرة بالعشي إذا ضاقت بك الأحوال يوما فثق بالواحد الفرد العلي. എത്രയെത്ര പ്രയാസങ്ങളാണ് കടന്നു വരുന്നത്, അതിനുശേഷം എത്രയെത്ര എളുപ്പങ്ങളാണ് കടന്നു വരുന്നത്. ഹൃദയത്തിന്റെ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന, ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാലങ്ങളിലൂടെ മനുഷ്യൻ കടന്നു പോകുന്നു. അവൻ വിചാരിക്കുന്നത് എന്താ, ഇനിയൊരു തുറവിയില്ല എന്ന് വിചാരിക്കുമ്പോൾ ആ തുറവിയുടെ ഘട്ടങ്ങൾ അല്ലാഹു തആല തുറന്നു കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇദാ ദാഖത് ബികൽ അഹ്വാലു യൗമൻ, ചില ദിനങ്ങളിൽ നിനക്ക് നിന്റെ ജീവിതത്തിൽ പ്രയാസങ്ങൾ കൊണ്ട് നീ ബുദ്ധിമുട്ടുന്ന സമയത്ത് അതാ നിനക്കിതാ അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുള്ള തുറവി വരുന്നു, പ്രയാസങ്ങളിൽ നിന്ന് തുറവി വരുന്നു. മൂസാ നബി അലൈഹി സ്വലാമയുടെ ചരിത്രം എടുത്തു നോക്ക്. മൂസാ നബി അലൈഹി സ്വലാം കുട്ടിയായിരിക്കുമ്പോ ആ ഉമ്മക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുന്നു, ആ കുട്ടിയെ കിട്ടില്ല എന്നുള്ള ഒരു പ്രയാസം ഉണ്ടാകുന്നു. അല്ലാഹു തആല റഊഫും ബിഇബാദിഹി, അല്ലാഹു ആ അടിമകളോട് ഏറ്റവും കരുണയുള്ളവനാണ്. ആ മൂസാ അലൈഹി സ്വലാമിനെ തിരിച്ച് ഉമ്മക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്നു. ഇതിന്റെയൊക്കെ വരും വരായികൾ എന്താണ് വരാൻ പോകുന്നത് എന്ന് അല്ലാഹു തആലക്ക് അറിയാം. ഞാൻ പറഞ്ഞു വന്നത് സഹോദരങ്ങളെ, ലത്തീഫ് എന്ന ഇസ്മ പഠിക്കുമ്പോൾ നമുക്ക് ഈമാൻ വർദ്ധിക്കുകയും നമ്മുടെ പ്രയാസങ്ങളിൽ നിന്നുള്ള ഒരു മോചനം ലഭിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതിലൂടെ തുമഈനത്ത്, ശാന്തതയുണ്ടാകുന്നു, അൽ അംന്, നിർഭയത്വം ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹുവിലേക്ക് അടുക്കുക, അല്ലാഹുവിന്റെ അസ്മാകളെയും അല്ലാഹുവിന്റെ സിഫാത്തുകളെയും പറ്റി പഠിക്കുക. അതിലൂടെ നുഖവ്വി ഈമാനന ونزود يقيننا. أقول قولي هذا وأستغفر الله لي ولكم فاستغفروه فإنه هو الغفور الرحيم. الحمد لله حمدا حمدا وشكر لله شكرا شكرا وصلى الله على نبينا محمد وعلى آله وصحبه أجمعين وأوصيكم ثانيا بتقوى الله. സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞു വന്നത് അല്ലാഹു തആലയുടെ ലത്തീഫ് എന്ന നാമത്തെ പറ്റിയാണ്. അങ്ങനെ നമ്മൾ അല്ലാഹുവിന്റെ നാമങ്ങൾ പഠിക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇതിന് ധാരാളം മഹത്വങ്ങളുണ്ട്. ആ മഹത്വത്തെ പറ്റിയും നമ്മൾ സൂചിപ്പിച്ചു. മറ്റൊരു കാര്യം, ഇന്നൽ യഖീന ബിലുത്ഫില്ലാഹി യുവരിസു സമറാത്തിൻ അളീമ. അല്ലാഹുവിന്റെ ഈ നാമത്തെ അതിൽ ദൃഢബോധ്യത്തോടു കൂടി ഉറപ്പോടു കൂടിയിട്ട് യഖീനോട് കൂടി നമ്മുടെ മനസ്സിൽ അതിനെ ഉറപ്പിക്കുകയാണെങ്കിൽ ധാരാളം ഫലങ്ങൾ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. വമിൻ സമറാത്തിഹി ഹുസ്നുൽ ظن ബില്ലാഹ്, അല്ലാഹുവിനെ പറ്റിയുള്ള നല്ല വിചാരം നമ്മുടെ മനസ്സിലുണ്ടാവും. ലത്തീഫ് എന്ന നാമത്തെ കൃത്യമായി നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഹുസ്നുൽ ظن ബില്ലാഹ്, അല്ലാഹുവിന്റെ നാമത്തെ പറ്റി നമുക്ക് നല്ല വിചാരം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹദീസിൽ കാണാൻ കഴിയും, ഇന്നല്ലാഹ അസ്സ വജൽ ഖാല അന ഇൻദ ظن അബ്ദി ബി ഇൻ ظن ബി ഖൈറാ ഫലഹു വഇൻ ظن ശർറൻ ഫലഹു. അല്ലാഹു തആലയോട് എങ്ങനെയാണ് നമ്മൾ വിചാരിക്കുന്നത്, ഖൈറാണ് വിചാരിക്കുന്നതെങ്കിൽ അത് അവന് ലഭിക്കും. ഇനി അല്ലാഹുവിനെ പറ്റി മോശമാണ് വിചാരിക്കുന്നതെങ്കിൽ അതും അവന് ലഭിക്കും. സഹോദരങ്ങളെ,
അള്ളാഹിന്റെ അസ്മാകളെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ ഒരു വിശ്വാസിക്ക് ഉണ്ടാകുന്നത് എന്താണ്? അവൻ അള്ളാഹിനെ പറ്റി നല്ല വിചാരങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതിൽ യഖീനും ഉറപ്പും ഉണ്ടാകും. അള്ളാഹ് എന്നെ സഹായിക്കും, അള്ളാഹ് എല്ലാം കാണുന്നുണ്ട്, അള്ളാഹു ലത്തീഫാണ്, എന്നോട് അനുകമ്പയുള്ളവനാണ്, സ്നേഹമുള്ളവനാണ്, കരുണയുള്ളവനാണ്, എന്റെ എല്ലാ പ്രയാസങ്ങളെയും അറിയുന്നവനാണ്, അവൻ എനിക്ക് നല്ലത് നൽകും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടാകുന്നു. രണ്ടാമത്തേത് എന്താണ്? ക്ഷമയാണ്. ക്ഷമ. അള്ളാഹുവിനെ പറ്റിയിട്ടുള്ള ഈ നാമം പഠിച്ചു കഴിയുമ്പോൾ ക്ഷമിക്കാനുള്ള കഴിവുണ്ടാവും. എങ്ങനെ? വരുന്ന സമയത്ത് എനിക്കൊരു എളുപ്പം ഉണ്ടാകും. അള്ളാഹു തആല എന്നെ എളുപ്പത്തിലേക്ക് എത്തിക്കും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന അയ്ളമിൽ ജസാഇ മഅഇളമിൽ ബലാ. മഹത്തരമായ പ്രതിഫലങ്ങൾ ലഭിക്കുന്നത് എപ്പോഴാണ്? മഅഇളമിൽ ബലാ. പ്രയാസങ്ങൾ, പരീക്ഷണങ്ങൾ വലുതായി തീരുമ്പോഴാണ് മഹത്തരമായിട്ടുള്ള വലിയ ജസാകൾ ലഭിക്കുന്നത്. വഇന്നല്ലാഹ ഇദാ അഹബ്ബ ഖൗമൻ ഇബ്തലാഹും. ഒരു ജനതയെ അല്ലാഹു തആല ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇബ്തലാഹും, അല്ലാഹു തആല ആ ആളുകളെ പരീക്ഷിക്കും. ഇത് നമുക്ക് സമാധാനം നൽകുന്നതാണ്. അല്ലാഹു തആല നമ്മെ പരീക്ഷിക്കുന്നത് എന്തുകൊണ്ടാണ്? അല്ലാഹു യുഹിബ്ബുന, അവൻ നമ്മെ ഇഷ്ടപ്പെടുന്നു. വലിദ അൽ ഇബ്തിലാ, അതുകൊണ്ടാണ് നമുക്ക് പരീക്ഷണങ്ങൾ വരുന്നത്. നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പരീക്ഷണങ്ങളൊക്കെ എന്തുകൊണ്ടാണ്? അല്ലാഹു യുഹിബ്ബുന, അല്ലാഹു നമ്മളെ ഇഷ്ടപ്പെടുന്നു. വലിദ നസ്ബിർ, ലിമാ നസ്ബിർ, എന്തിനാണ് നമ്മൾ സബ്ർ ചെയ്യുന്നത്? എന്തിനാണ് നമ്മൾ ക്ഷമിക്കുന്നത്? നഅലം അന്നല്ലാഹു യുഹിബ്ബുന, അല്ലാഹു തആല നമ്മെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് അത് നമുക്കറിയാം. അതുകൊണ്ട് നമുക്ക് ക്ഷമിക്കാം. സബ്റുൻ ജമീൽ, നല്ല വളരെ ഭംഗിയായിട്ട് ക്ഷമിക്കാം. സഹോദരങ്ങളെ, ഇത് അല്ലാഹുവിന്റെ നാമത്തെ പറ്റി പഠിക്കുന്നത് കൊണ്ടാണ്. മാത്രമല്ല അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വഇന്നല്ലാഹ ഇദാ അഹബ്ബ ഖൗമൻ ഇബ്തലാഹും ഫമൻ റളിയ ഫലഹു റിളാ മിനല്ലാഹ്. അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് തൃപ്തി ലഭിക്കും. ലിദാ നസ്ബിർ, അതുകൊണ്ട് നമ്മൾ ക്ഷമിക്കണം. വമൻ സഹിത, ആരെങ്കിലും അതിൽ പ്രയാസപ്പെട്ടാൽ, കോപിച്ചാൽ, അല്ലാഹുവിനോട് ഇഷ്ടക്കേട് കാണിച്ചാൽ ഫലഹു സഖ്, അല്ലാഹുവിന്റെ കോപം അവനിറങ്ങും. സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മൾ ക്ഷമിക്കണം. ഇതാണ് അല്ലാഹുവിന്റെ അസ്മാകൾ പഠിക്കുന്നതിലൂടെ ഒരു വിശ്വാസിക്ക് ലഭിക്കുന്ന തുമഈനത്തും യഖീനും, അവന് ലഭിക്കുന്ന ഈമാനിലുള്ള വർധനം. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ നാമങ്ങൾ കൃത്യമായി പഠിക്കുക. അല്ലാഹു തആല ഇഷ്ടപ്പെടുന്ന അടിമകളുടെ കൂട്ടത്തിൽ നമ്മളെ നാമങ്ങളും ഉൾപ്പെടുക. അല്ലാഹു തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഞങ്ങൾ വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും പുറത്തു മാപ്പാക്കി നൽകുന്ന റഹ്മാനാണ്. അല്ലാഹുവേ, ഞങ്ങൾ മരണപ്പെട്ടു പോയിട്ടുള്ള ബന്ധുമിത്രാദികൾ, മാതാപിതാക്കൾ, കുടുംബാംഗങ്ങൾ, സഹോദരന്മാർ, അല്ലാഹുവേ, അവരുടെയൊക്കെ പാപങ്ങളെ പുറത്തു കൊടുക്കുന്ന റഹ്മാനാണ്. അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുന്ന റഹ്മാനാണ്. ഖബർ ശിക്ഷയിൽ നിന്നും നരകശിക്ഷയിൽ നിന്നും കാത്തിരക്ഷിക്കുന്ന റഹ്മാനാണ്. അല്ലാഹു, ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബലാകൾ, ഫിത്നകൾ എല്ലാത്തിനും ഒരു തുറവി, മഖ്റജ് നൽകി അനുഗ്രഹിക്കുന്ന റഹ്മാനാണ്. അല്ലാഹു, ഞങ്ങളുടെ റിസ്ക് നീ വിശാലമാക്കി നൽകുന്ന റഹ്മാനാണ്. അല്ലാഹു, ഞങ്ങളുടെ ജോലികളിൽ നീ എളുപ്പം പ്രദാനം ചെയ്യുന്ന റഹ്മാനാണ്. അല്ലാഹു, ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഖൈറും ബർക്കത്തും നീ പ്രദാനം ചെയ്യുന്ന റഹ്മാനാണ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجر والدينا من النار، اللهم أجر والدينا من النار. اللهم انصر إخواننا المسلمين في كل مكان، اللهم انصر إخواننا المسلمين في كل مكان، اللهم انصر إخواننا في فلسطين، اللهم انصر إخوان المسلمين في كل مكان. اللهم احفظ الكويت، اللهم احفظ الكويت وأهلها من كل شر ومكروه. اللهم احفظ الكويت وأهلها من كل شر ومكروه
واجعل هذا البلد آمنا مطمئنا سخاء رخاء وسائر بلاد المسلمين يا أرحم الراحمين. اللهم احفظ إخوتنا المرابطين، اللهم احفظ جيش الكويت وثبت الأقدام وثبت الأرض تحت أقدامهم. اللهم وفق أميرنا وولي عهده لهداك، واجعل عملهما في رضاك، وألبثهما صوب الصحة والعافية والإيمان يا ذا الجلال والإكرام. ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم، واغفر لنا يا غافر المذنبين. صلى الله على نبينا محمد وعلى آله وصحبه أجمعين. الحمد لله رب العالمين.